റെജി ലൂക്കോസ്, സി പി എമ്മിൻ്റെ ചട്ടുകമായി, സി പി എമ്മിൻ്റെ ടൂളായി പ്രവർത്തിക്കുന്ന അനിൽകുമാർ എന്തുകൊണ്ടാണ് ഹൈക്കോടതിയിൽ മതചിഹ്നം ഏതാണ് എന്ന് വ്യക്തമായി പറയാതിരുന്നത്? എന്നോടാണോ? താങ്കളോട് തന്നെ. അല്ല, രജിസ്ട്രാർ അനിൽകുമാർ സി പി എമ്മിന്റെ ചട്ടുകമാകത്ത് താങ്കളോടാണ് പറഞ്ഞത് അല്ലേ? അതിനകത്ത് തന്നെ ക്ലാരിഫൈ ചെയ്യട്ടെ അല്ലേ? അദ്ദേഹം ഉയർത്തിയ വിഷയം വളരെ റിലവന്റ് ആണ്. ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ഗവർണർ സുപ്രീം കോടതി 3 തവണ 2021 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അധികാരം എന്താണെന്നുള്ളത്. കൂടാതെ ഭരണഘടന അതിനു മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഗവർണർ എന്ന് പറയുന്നത് അതാത് സംസ്ഥാന സർക്കാരുകളുടെ ശുപാർശ അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാനമാണ് ഗവർണർ. പരിമിതമായ അധികാരം മാത്രമേ ഉള്ളൂ എന്നെല്ലാം 2021 അസന്നിഗ്ധമായിട്ട് സുപ്രീം കോടതി വിധിയുണ്ട്. കൂടാതെ കണ്ട് തമിഴ്നാട് ഗവർണർ കൊടുത്ത ഒരു ഹർജിയിൽ തമിഴ്നാട് ഗവർണറെ നിശ്ചിതമായിട്ട് കുറിച്ചുകൊണ്ട് ഈ വിധി സുപ്രീം കോടതി ആവർത്തിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഇതൊരു പ്രത്യേക അജണ്ടയിൽ തന്റെ രാജ്ഭവനെ കാവ്യവൽക്കരിക്കാനുള്ള ഒരു ഗവർണർ ശ്രമത്തിനെതിരെ ആ അനിൽകുമാർ എന്ന് പറഞ്ഞ കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ എടുത്ത നടപടിയും കോടതിയിൽ അതിന് സ്റ്റേ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഒരു ബിഗ് സല്യൂട്ടോടുകൂടി നമുക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. വാസ്തവത്തില് കോടതി ഇന്ന് അദ്ദേഹത്തിന്റെ ഡിമാൻഡ് താൽക്കാലികമായിട്ട് അത് സ്റ്റേ കൊടുത്തില്ല. അടുത്ത തിങ്കളാഴ്ച വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് അഫിഡവിറ്റ് നൽകാനായിട്ട് കോടതി ആവശ്യപ്പെടണം. അപ്പൊ തീർച്ചയായിട്ടും തിങ്കളാഴ്ച കമ്മിങ് മൺഡേ അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ടുള്ള അഫിഡവിറ്റ് കോടതിയിൽ സമർപ്പിക്കും. അതിനുശേഷം കോടതി ഏതാണെന്നൊക്കെ വ്യക്തമാക്കും അല്ലേ? മതചിഹ്നത്തെ കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കേണ്ട കാര്യമില്ല. കോടതി ചോദിച്ചിരിക്കുന്നത്, കോടതി പറഞ്ഞത് അതിൽ ഒരു ക്ലാരിറ്റി വേണം. ഏതാണ് മതചിഹ്നം? മാത്രമല്ല പ്രകോപനപരമായിട്ടുള്ള എന്ത് ചിഹ്നമാണ് അവിടെ പ്രദർശിപ്പിച്ചത് എന്ന് കോടതി എടുത്തു ചോദിച്ചിട്ടുണ്ട്. അതിനൊക്കെ വിശദീകരണം കൊടുക്കണ്ടേ? അല്ല, അദ്ദേഹത്തിന് കൊടുക്കാൻ അത് കൊടുക്കൂല്ലോ, എന്ത് സംശയം? കോടതി ചോദിക്കേണ്ടതാണ്. അത് അദ്ദേഹത്തിന്റെ ക്ലാരിഫിക്കേഷൻ, അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ എന്താണ്? സ്വാഭാവികമായിട്ട് അദ്ദേഹം കൊടുക്കും. അദ്ദേഹം തിങ്കളാഴ്ച കൊടുക്കും. ഇന്ത്യയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം, ഭാരതാംബ എന്ന് പറയുന്ന 1872 ഒരു ബംഗാളി ചിത്രകാരൻ ജയിച്ചത് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഔദ്യോഗിക ചിഹ്നമാണെന്നോ അല്ലെങ്കിൽ പടമാണെന്നോ ചിത്രമാണെന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ചരിത്രത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവഹേളനമാണ്. ഈ രാജ്യം ഏതെങ്കിലും മതത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമോ, അതാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പന്നത എന്ന് പറയുന്നത്. നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ്. അപ്പൊ അതിനെ അക്രീകരിച്ചുകൊണ്ട് മൃഗീയ ഭൂരിപക്ഷം കിട്ടുവാണെങ്കിൽ തങ്ങൾ രാജ്യത്തെ ഭരണഘടനയെ മാറ്റി ഒരു ഹിന്ദുത്വ രാജ്യം പ്രഖ്യാപിക്കുന്നത് പരസ്യമായിട്ട് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം ഇപ്പോൾ ഗവർണർമാരിലൂടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ബഹുമാനപ്പെട്ട ഗവർണറുടെ അവിടുത്തെ സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയിൽ അത് പാടില്ല എന്ന് അദ്ദേഹം നിർദ്ദേശം കൊടുത്തത് വളരെ സ്വാഗതാർഹമായ കാര്യം കേരളത്തെ പോലെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് അത് ഇന്ത്യക്ക് ഒരു മാതൃകയാണ്. ആ നിലപാടിൽ നിന്ന് ഒരു കാരണവശാലും രജിസ്ട്രാർ പുറകോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വൈസ് ചാൻസലർ നിർദ്ദേശപ്രകാരമാണ് രജിസ്ട്രാർ അന്ന് ഈ പരിപാടി റദ്ദാക്കണം എന്ന ഉത്തരവ് നൽകിയത്. വൈസ് ചാൻസലർ റെജി ലൂക്കോസ്, ഒരു സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം വൈസ് ചാൻസലറുടെ റോൾ എന്താണ്, രജിസ്ട്രാറുടെ റോൾ എന്താണ് എന്നൊക്കെ കൃത്യമായി അത് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്, അത് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ വൈസ് ചാൻസലറോട് ആലോചിക്കാതെ സ്വന്തം നിലയ്ക്കൊരു തീരുമാനം എടുക്കുന്നു. അത് മാത്രമല്ല, ചാൻസലർ കൂടിയാണ് ഗവർണർ. അദ്ദേഹം സർവകലാശാലയുടെ സെനറ്റ് ഹാളിലേക്ക് കടന്നു വരുമ്പോൾ കൊടുക്കേണ്ട ഒരു ബഹുമാനമുണ്ട്, ആദരവുണ്ട്. അപ്പോൾ ഇന്ന് ഹൈക്കോടതിയും പറഞ്ഞ അതാണ്, അദ്ദേഹത്തോട് അനാദരവ് കാണിച്ചു, ഗവർണറോട് അനാദരവ് കാണിച്ചു എന്നുള്ളത്. അത് വ്യക്തമല്ലേ? അല്ല, രജിസ്ട്രാർക്ക് അധികാരമില്ല. രജിസ്ട്രാർ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും വൈസ് ചാൻസലറോട് ആലോചിച്ചിട്ട് വേണമെന്നുള്ള ഒരു നിയമം യൂണിവേഴ്സിറ്റികളിൽ എഴുതി വെച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് അവിടുത്തെ സെനറ്റ് ഹാളല്ല, അതുപോലത്തെ ഹാളുകൾ CPM മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ എന്ത് കാണിക്കാലോ? റെജി ലൂക്കോസ്, എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണത്. ഇപ്പൊ നോക്കൂ, വൈസ് ചാൻസലർ, ഒരു മിനിറ്റ്, വൈസ് ചാൻസലർക്ക് കത്ത് കൊടുക്കരുതെന്ന് നിയമമല്ല. അങ്ങനെയില്ല. അല്ല, വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു. പിറ്റേ ദിവസം കാണാം ഈ രജിസ്ട്രാർ, ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞു, നമ്മുടെ SFI കിങ്കരന്മാർ, അതുപോലെ സിൻഡിക്കേറ്റിലെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുണ്ടല്ലോ, അവരുടെ പിന്തുണയോടുകൂടി അവരുടെ സഹകരണത്തോടെ എല്ലാ സംരക്ഷണയിലും അദ്ദേഹം വീണ്ടും അവിടെ വന്നിരിക്കുകയാണ്, ആ കസേരയിൽ ഇരിക്കുകയാണ്. ഒരു ഉളുപ്പ് പോലും ഇല്ല അദ്ദേഹത്തിന്.
സർവകലാശാല വൈസ് ചാൻസലറാണ് സസ്പെൻഡ് ചെയ്തത്. ഏറ്റവും ചുരുങ്ങിയ വർഷം അത് അംഗീകരിക്കെങ്കിലും ചെയ്യണ്ടേ? അദ്ദേഹം കോടതിയിൽ പോട്ടെ, കോടതിയിൽ പോയി അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ നിരത്തട്ടെ, അദ്ദേഹത്തിന് തിരിച്ചു വരാം. സസ്പെൻഷൻ ആ ഒരു നടപടി അത് അംഗീകരിക്കുക എന്ന് പറയുന്ന ഏറ്റവും ഒരു ചുരുങ്ങിയൊരു മര്യാദയാണ്. അതുപോലും കാണിക്കാത്ത രജിസ്ട്രാർ, മുൻ രജിസ്ട്രാർ, അദ്ദേഹം എന്ത് സന്ദേശമാണ് നൽകുന്നത്? അല്ല, ഇദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ട കേരള രാജേന്ദ്ര അദ്ദേഹത്തിന്റെ മുൻഗാമി ഒരു അർലേക്കർ സാറിന്റെ മുൻഗാമി ഒരു ഗവർണറുടെ ഉണ്ടായിരുന്നു, ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന പേര്. പല വള്ളത്തിൽ ചവിട്ടി, പല വഞ്ചികളിൽ ഊന്നി അവസാനം BJP-യിൽ വന്ന് സ്ഥാനം കിട്ടാൻ വേണ്ടി വന്ന അദ്ദേഹം 9ഓളം സംസ്ഥാനത്തെ വൈസ് ചാൻസലർമാരെ പിരിച്ചുവിട്ടുകൊണ്ടും അതുപോലെ തന്നെ കാവ്യവൽക്കരണത്തിന് വേണ്ടി അദ്ദേഹം കുറെ ശ്രമിച്ചു, സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്റ്റേ ചെയ്തു. അന്ന് ഹൈക്കോടതി പറഞ്ഞ ഒരു പരാമർശം അനിൽ നമ്പ്യാരുടെ കാതുകളിൽ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പാനലിസ്റ്റുകൾ കേട്ടിട്ടുണ്ടായിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വേർതിരികളൊന്നും ഹൈന്ദവൽക്കരിക്കാൻ, കാവ്യവൽക്കരണത്തിനാണോ ഒരു ഗവർണർ കേരളത്തിൽ വന്നിരിക്കുന്നത് ചോദിക്കേണ്ട ഗതികേടിലേക്ക് അദ്ദേഹം എത്തി. അദ്ദേഹത്തിന് ഭാവനക്കനുസരിച്ച് പറയാതെ ഹൈക്കോടതി ചോദിച്ചിട്ടില്ല, കാവ്യവൽക്കരണം ഒരു വാക്കുപോലും ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾ 3 പേരെ ഇരുത്തിയിട്ട് എന്നെ ഒരു ഗ്യാസ് ചേമ്പറിനകത്ത് കയറ്റി ഇരുത്തുപോലെ ചർച്ച നയിക്കാൻ ശ്രമിക്കുന്നത്. അതിന് ഞാൻ വഴങ്ങിയല്ല. ശക്തരായ ഒരു ഡിബേറ്റർ അല്ലേ? ഏത് ചോദ്യം വന്നാലും ഞാൻ പറഞ്ഞു പൂർത്തിയിരിക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു വാക്കെ പിടിച്ചിങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനെന്തിനാ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്? എനിക്കറിയാൻ സാഫ്രണൈസേഷൻ എന്ന് പറയുന്നത് ഞാനെന്താ ബഹിഷ്കരിക്കുന്നില്ല, അവരോട് ചോദിക്കുക. അതല്ല, ഇതിലൊരു വ്യക്തത വരുത്തിയാൽ മതി. സാഫ്രണൈസേഷൻ എന്നൊരു വാക്ക് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, അത് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. ഹൈക്കോടതിയെ 9 ഗവർണർമാരെയും പിരിച്ചുവിട്ടത് സ്റ്റേ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാവ്യവൽക്കരണം എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോഴേ ഹൈക്കോടതി പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്നത് എന്റെ വാചകം പൂർത്തീകരിക്കാറുണ്ടല്ലേ, ഞാൻ എന്താ പറഞ്ഞു വരുന്നത് താങ്കൾക്ക് എങ്ങനെ ഗസ് ചെയ്യാൻ പറ്റും? നമ്മൾ ആദ്യമാണോ ഡിബേറ്റിലിരിക്കുന്നത്? അപ്പൊ അങ്ങനെയൊന്നും വക്രീകരിക്കണ്ട, അതൊന്നും അതിനും നമ്മൾ വഴങ്ങത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, അല്ല ചർച്ചയ്ക്കുള്ള ഒരു സാമാന്യ മര്യാദ കാണിക്കണ്ടേ? നിങ്ങൾ 3-4 പേരെ ഇരുത്തിട്ട് ഇടദോഷക്കാരനെ ഇരുത്തിട്ട് കളിയാക്കുക, അവൻ പറഞ്ഞ് എങ്ങനെയാണെന്ന് പറഞ്ഞ് വക്കരിക്കുക. ദാറ്റ്സ് നോട്ട് ഡിബേറ്റ്. ഡിബേറ്റ് എന്ന് പറയുന്നത് ഒരു സംവാദം, അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചില തലങ്ങളുണ്ട്. എത്ര CPM-കാർക്ക് വേണമെങ്കിലും വന്നിരിക്കാം, പക്ഷെ ആരും ഇങ്ങോട്ട് വരുന്നില്ല. അല്ല, വരാത്തൊരു കാരണം ഏതാ? വന്നു കഴിഞ്ഞാൽ സംസാരിപ്പിക്കത്തില്ല. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ അയാളെ നെഗറ്റീവായിട്ട് കാണിച്ച് അയാളെ കളിയാക്കി ചിരിച്ച് നിങ്ങൾ ഒരു വികൃത ജീവിയായിട്ട് ചിത്രീകരിക്കുക. അതിന് വഴങ്ങി തരാൻ പറ്റാത്തവരായിരിക്കും വരാത്തത്. അതുകൊണ്ട് ഞാൻ സൗഹൃദത്തിന്റെ ഒരു അല്ല, റിജി ലൂക്കോസിനെ പരിഹസിച്ചുകൊണ്ട് എത്ര റീൽ ഇറക്കിയിട്ടുണ്ട് ജനം TV-യിൽ? ഒരെണ്ണം കാണിച്ചത് നിങ്ങൾ ഈ ചർച്ചയിൽ നമ്പ്യാർ എന്നെ കൊണ്ട് സംസാരിപ്പിക്കത്തില്ലല്ലോ. അതല്ലേ നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങളുടെ പർപ്പസ് എന്താ? എനിക്ക് മനസ്സിലായില്ല. എന്നോട് ഞാൻ ഇത് ഒരു 5 മിനിറ്റാണ് നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ ഡിബേറ്റ് കേട്ടോണ്ടിരിക്കുക. ഞാൻ 8 മണിക്ക് ജോയിൻ ചെയ്തു. അതിനു മുമ്പ് സംസാരിച്ചവരൊന്നും നിങ്ങൾ വിലക്കിയിട്ടില്ല. ഞാൻ വന്നിരുന്നു, നിങ്ങൾ ചോദ്യങ്ങൾ തുടങ്ങി. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക. ജനം TV എന്തുകൊണ്ടാണ് CPM-കാർ വരാത്തത്? നിങ്ങൾ വന്നിരുന്നിട്ട് സംസാരിപ്പിക്കത്തില്ല, നിങ്ങൾ ഒരുപാട് വിളിച്ചു വരുത്തി ആക്ഷേപിക്കുന്ന സ്റ്റൈലില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി പരാമർശിച്ച് ഞാൻ വാതിറക്കുമ്പോഴേ കേരള ഹൈക്കോടതി കാവ്യവൽക്കരണത്തിനെതിരെ സംസാരിച്ചെന്ന് ചോദിച്ചപ്പോൾ തന്നെ നിങ്ങൾ ഈ പ്രേക്ഷകരുടെ മുമ്പിൽ ഏത് രീതിയിലാണ് എന്നെ വക്രീകരിച്ചത്? ഒരു സെന്റൻസ് പൂർത്തീകരിക്കാതെ കണ്ട് നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ. വെറുതെ എന്തിനാ സമയം കണ്ടത്? നമ്മളൊരു സംവാദത്തിന് അതിന് ആ ഒരു മര്യാദ കാണിക്കുക. ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും ഞാൻ പറഞ്ഞത് എടുക്കാൻ പറ്റുമോ? കാവ്യവൽക്കരണം എന്ന് ഞാൻ തുടങ്ങിയപ്പോഴും ഹൈക്കോടതി ചോദിച്ചൊന്നായി. ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ സമ്മതിച്ചു. നിങ്ങളുടെ ലക്ഷ്യം എന്താ? എന്നെയൊക്കെ അത്യാവശ്യം ഈ ആൾക്കാർക്ക് അറിയാമല്ലോ ഞാൻ എങ്ങനെ പറയണം. ഞാൻ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടേ പറയത്തുള്ളൂ. ഞാൻ ഒരു ശക്തനായ ഇടതുപക്ഷക്കാരനും CPM-കാരനുമാണ്. അപ്പൊ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്താ? ഇവിടെ ഞാൻ നിങ്ങളോട് തുടക്കത്തിലേ പറഞ്ഞില്ല, ഒരു ഗവർണറെ ഒരു കാര്യം പറയും, ഗവർണർ പദവി എന്ന് പറയുന്നത് കൊളോണിയലിസത്തിന്റെ ഒരു അവശിഷ്ടമാണ്. ഇത് തന്നെ എടുത്തു കളയേണ്ട കാര്യം പണ്ടേ കഴിഞ്ഞ്. അതായത് സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന, പുരോഗമനമായിട്ട് ചിന്തിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടാനായിട്ടുള്ള ഒരു യന്ത്രമാണത്. ഒരു രാഷ്ട്രപതിയുടെ ഉദ്യോഗസ്ഥനാണ് ഈ ഗവർണർ എന്ന് പറയുന്നത്. ഈ വാക്ക് ഉപയോഗിച്ചാലെന്നറിയോ? ഈ വാക്ക് ഉപയോഗിച്ചത് അംബേദ്കർ പറഞ്ഞേ, സാക്ഷാൽ ഈ ഭരണഘടനയുടെ ശില്പി. ഗവർണർമാർക്ക് ഒരു അധികാരം വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ ഈ പദവി പിൻവലിക്കാം എന്നും കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് വന്നിട്ട്
ഇപ്പോൾ ഇവിടെ കാവ്യവൽക്കരണത്തിനും അതുപോലെ തന്നെ ഇതുപോലത്തെയുള്ള വിചിത്രമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് അദ്ദേഹത്തിനെ പോലെ അദ്ദേഹം ഗോവയിലെ സ്പീക്കർ ആയിരുന്നു, വളരെ പാരമ്പര്യമുള്ള ആളാണ്, ഒരു RSS പ്രോഡക്റ്റുമാണ്. ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിനോട് ആദ്യകാലങ്ങളിൽ CPM എടുത്ത നിലപാടെന്തായിരുന്നു? ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ വളരെ സൗഹാർദ്ദപരമായിട്ട് നീങ്ങുന്ന ഒരു ഗവർണർ ആയിരുന്നു ഫീലിംഗ്സ് ഉണ്ടായി. വെറുതെ എന്തിനാ ഈ കേരളം പോലൊരു സംസ്ഥാനം ഇതൊക്കെ ചെലവാന്ന് തോന്നുന്നുണ്ടോ? അനിൽ നമ്പൂരി മറുപടി പറഞ്ഞു, കേരളത്തിൽ ഒരു കാവ്യവൽക്കരണത്തിന് ഇന്ത്യയുടെ ചരിത്രത്തെ പോലും വക്രീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ ശ്രേഷ്ഠമായിട്ടുള്ള സംസ്കാരത്തെയും വക്രീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ കാവ്യവൽക്കരണം ശ്രമിച്ചിട്ടുണ്ട്. കേരളത്തിൽ വില പോകുന്ന നമ്പ്യാർക്ക് തോന്നുന്നുണ്ടോ? അത് പോകത്തില്ല, അത് ഒരിക്കലും നടക്കത്തില്ല. കേരളം ഏത് രീതിയിൽ പ്രതികരിച്ചാലും അതിനോട് അംഗീകരിക്കത്തില്ല. ഈ അഹങ്കാരം, ഈ അഹന്ത, അതായത് ഞങ്ങൾ പിന്നെ തീരുമാനിക്കും ഇവിടെ എന്ത് നടക്കണം എന്നുള്ള ആ അഹംഭാവം, അഹന്ത, അഹങ്കാരം, ഇതൊക്കെ അവസാനിപ്പിക്കാനാണ് ചിലർ വന്നിരിക്കുന്നത്. അതിനെ പോസിറ്റീവായിട്ട് എടുക്കണം. അല്ലാതെ നോക്കൂ എന്തൊരു ധാർഷ്ട്യാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു താങ്കളോട് ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് സർവകലാശാല വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നു. അദ്ദേഹം അടുത്ത ദിവസം തൊട്ട് ഓഫീസിൽ വരാൻ പാടില്ല. അതല്ല മര്യാദ. അപ്പം നിങ്ങൾക്ക് എന്തു ആവാം, എന്ത് തോന്നിയാസം കാണിക്കാം, ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ കോടതി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സസ്പെൻഷന് സ്റ്റേ പോലും കൊടുത്തിട്ടില്ല. നാളെ തൊട്ട് എന്തെങ്കിലും അദ്ദേഹത്തിൽ മര്യാദ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നാളെ തൊട്ടെങ്കിലും വരാതിരിക്കുക. പക്ഷേ നാളെയും ഒരു പക്ഷേ ഇദ്ദേഹം അവിടെ എത്തും, വീണ്ടും ഭരണഘടന കൊടുത്ത് സ്വീകരിക്കും. അതൊക്കെയാണല്ലോ നടക്കുന്നത്. അപ്പോൾ CPM വിചാരിക്കുന്നത് കേരളത്തിലെ സർവകലാശാലകളിൽ നടക്കാൻ പാടുള്ളൂ. അത് എവിടുത്തെ ന്യായമാണ് റിജി ലൂക്കോസേ? രണ്ടും പേര് പറഞ്ഞില്ലേ, അഹംഭാവത്തിനും അഹന്തയ്ക്കും പിന്നെ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗവർണർ വന്നിരിക്കുന്നത്. അത് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ പൊതുസമൂഹമാണ് ഈ സർക്കാരിനോട് കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. അല്ലാതെ ആന്ധ്രാപ്രദേശിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ ആളെ ഇറക്കി വോട്ട് ചെയ്തല്ലേ കേരള സർക്കാർ ഇവിടെ ഇപ്പൊ അധികാരത്തിൽ 2ാം പ്രാവശ്യം വരുന്നത്. അതാ പറഞ്ഞ നിങ്ങളുടെ ഈ ജാടയും ഈ അഹംഭാവമാണ് കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് വേരുറപ്പിക്കാനുള്ള അവസരം തരാത്തതിന്റെ കാരണം. നിങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്തവരാണ്. നിങ്ങൾ ശരിക്കും പറയുന്നത് ഗോഡ്സെയുടെ മാർഗങ്ങൾ സ്വീകരിക്കാനായിട്ട് ബെമ്പിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഈ കേരളം പോലെ സംസ്ഥാനത്ത് ഒരു തരത്തിൽ ഇതിന് ഒരു ബേസ് ഉണ്ടാകാതിരിക്കാനുള്ള കാരണം. എല്ലാ എന്ത് പറഞ്ഞാലും ജാതിയുടെയും മതത്തിന്റെ പേര് സംസാരിക്കുക. കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞില്ലേ? ഏറ്റവും വലിയ ഒടുവിലത്തെ ഉദാഹരണം പറയാം, ഇന്നും പേര് കേട്ടോളൂ. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടന്നില്ലേ? നിങ്ങളവിടെ ആരെല്ലാം ഇറക്കി? ക്രിസ്ത്യൻ വോട്ട് പിടിക്കാൻ ക്രിസ്ത്യാനി ഇറക്കി, ഹിന്ദു വോട്ട് പിടിക്കാൻ ഹിന്ദുവിനെ ഇറക്കി, എന്തെല്ലാം ഇറക്കി. ഓരോ വോട്ട് നിങ്ങൾക്ക് അവിടുന്ന് കൂടുതൽ കിട്ടിയോ? ഈ പറയുന്ന സമൂഹത്തിന്റെ അടുത്തുനിന്ന് കിട്ടിയോ? നിങ്ങളുടെ സങ്കല്പങ്ങൾ കൂടുതൽ കിട്ടിയെന്നോ? ആകെ വോട്ട് കൂടിയത് BJP സ്ഥാനാർത്ഥിക്ക് മാത്രമാണ്. BJPക്ക് കൂടിയത് 5 വർഷം കൊണ്ട് വോട്ട് എത്ര പോയി? 14,500 വോട്ട് അങ്ങോട്ട് പോയി. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ സഹോദര തുല്യമായിട്ടുള്ള ഘടകകക്ഷിയുടെ വോട്ട് എവിടെ പോയി? 4,300 വോട്ട്, 10,600 വോട്ട് പിടിച്ചതല്ലേ 2016 എവിടെ പോയി? നിങ്ങളുടെ ഈ സമീപനത്തിനുള്ള മറുപടി, ചുട്ട മറുപടിയാ നിങ്ങൾക്ക് നിലമ്പൂര് തന്നത്. നിങ്ങൾ നാണം കെട്ടുപോയില്ലേ? നിങ്ങളുടെ നേതാക്കന്മാര് പത്തി മുടക്കിയില്ലേ? മാളത്തിൽ വിളിച്ചില്ലേ? മറുപടി ഉണ്ടോ? ഇതാ പറയണത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഞാൻ ഉള്ളിൽ സെക്കുലറിസം ആദ്യം മനസ്സിൽ വെക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പൊ തന്നെ ഒരു പുതിയ തീരുമാനം വരുന്നുണ്ട്. ഞാൻ അതങ്ങ് പറയാം. തീരുമാനമല്ല, അഭിപ്രായം പറഞ്ഞു മന്ത്രി. പ്രാർത്ഥനകൾ സ്കൂളുകളിൽ വേണ്ട. ഞാൻ എന്നോട് യോജിക്കുന്ന ആളാ. ഒരു കാരണവശാലും പാടില്ല. വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കട്ടെ. നീ ഭക്തി മൂക്കുവാണെങ്കിൽ വീട്ടിൽ തിരിച്ചു വന്നിട്ട് പ്രാർത്ഥിച്ചോട്ടെ. വിവിധ ജാതി മതങ്ങൾ ജീവിക്കുന്ന കേരളത്തിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രാർത്ഥന നടത്തി മറ്റു കുട്ടികളുടെ മനസ്സിലേക്ക് വിഷങ്ങളെല്ലാം കുത്തിവെക്കേണ്ടത് പിൻവലിക്കണം. നിങ്ങൾ അതൊന്നോട് ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമില്ല. നിസ്കരിക്കാമോ? എന്തിനാണ് അനിന്തമ്പയാര് നല്ല രീതിയിൽ ഞാൻ പറയുമ്പോൾ ഇങ്ങനത്തെ നിസ്കരിക്കാൻ നിസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞ മൂവാറ്റുപുഴ വിദ്യാലയത്തിൽ ആരാണ് അത് പിൻവലിക്കാനായിട്ടുള്ള പ്രേരണ കൊടുത്തത്? ശക്തമായ എതിർത്തില്ലേ ഞങ്ങളുടെ പുരോഗമന ചിന്താധികാര്? 2 ചർച്ചകൾ ഞാൻ പങ്കെടുത്ത. അത് ഈ കേരളം അംഗീകരിച്ചോ? സൂമ ഡാൻസ് പാടില്ല എന്ന് പറഞ്ഞ ഭ്രാന്തന്മാര് കേരളത്തിലില്ലേ? കേരളത്തിലെ പൊതുസമൂഹം ഉണർന്നില്ലേ? എല്ലാ മതത്തിലും ജാതിയിലും പെട്ടവര് അത് നടക്കിയാലേ കേരളത്തിൽ നിന്ന് പറഞ്ഞോളൂ. അത് വലിയ സൂചനയാ. കേരളത്തിൽ ഇതുപോലത്തെ വർഗീയവാദികൾ വിളയാടാനായിട്ട് തങ്ങളുടെ കട കൂട്ടിപ്പോവും. മനുഷ്യൻ വിവരം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഭയന്നിട്ടാ, പ്രത്യേകിച്ച് പുതിയ തലമുറ ഈ കച്ചവടക്കാർ ഇറങ്ങിയത്. ഇപ്പൊ ഞാനൊരു ദുബായ് റേഡിയോയിൽ അതിന് കമന്റ് കഴിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതൊക്കെ കേരളം മാറിക്കഴിഞ്ഞു. കേരളത്തിൽ ജാതി മതങ്ങളുടെ പേരിലൊന്നും ഒരു ആളെ പോലും കേരളത്തിൽ കിട്ടത്തില്ല. നിങ്ങൾ അത് ചിന്തിക്കൂ. നല്ല രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക. അതാണ് അതിന്റെ ഭംഗി എന്ന് പറയുന്നത്. എന്നോട് ഇരിക്കുന്നവര് ഉള്ളിൽ സമ്മതിക്കും. സൂമ ഡാൻസിനെ പൊളിച്ചടുക്കിയില്ലേ? പാടില്ല എന്ന് തിട്ടൂരം കൊടുത്തവർക്ക് അവര് പറയുന്നതനുസരിച്ച് വിദ്യാഭ്യാസ മേഖല മാറ്റണമെന്ന് പറയാനായിട്ട്
കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് വന്നില്ല. അവസാനം സുല്ലടിച്ചില്ലേ അവര്. അതാണ് കേരളം, അതാണ് കേരളം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ കേരളത്തിൽ വന്നുകൊണ്ട് വൺ ഇലക്ഷൻ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതും ഒക്കെ പറഞ്ഞു വരുന്നവരെ കേരളം ജിഫ്രി തങ്ങളെ കാണുമ്പോ കവാത്ത് മറക്കും. ഞങ്ങളൊന്നും കാവാത്ത മറക്കത്തില്ല. അതൊക്കെ നിങ്ങളെ പോലുള്ളവരെ മറക്കത്തുള്ളൂ. ആവശ്യമനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെന്റ് നടത്താനായിട്ട് ഞങ്ങൾ നടത്തുന്നില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോ മദനിയെ കൂട്ടുപിടിക്കും. ഞങ്ങൾ ഒരു ജാതിമതി ഭ്രാന്തന്മാരുടെ വോട്ട് വേണ്ട, ഞങ്ങൾക്ക് വർഗീയവാദിയുടെ വോട്ട് വേണ്ടാത്ത തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപന സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ സ്ഥാനാർത്ഥിയോട് എം സ്വരാജ് അഭിമാനിക്കുന്നു. അത് പ്രവൃത്തി കൂടെ കാണിക്കണം. ആ പ്രവൃത്തി ഞങ്ങൾ കാണിച്ചില്ലേ? മദനിയുടെ പാർട്ടിയുടെ വോട്ട് വാങ്ങിയിട്ട് പറയാണ് ഞങ്ങൾ വർഗീയതക്കെതിരെയാണ്, മതഭ്രാന്തിനെതിരെയാണ്. അബ്ദുൽ നാസർ മദനിയുടെ PDP എന്ന് പറഞ്ഞ പാർട്ടി ഇപ്പോൾ ഒരു മതപാർട്ടിയാണ്. നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങൾ തെളിയിക്കോ? അല്ല, വിശുദ്ധമായ ഒരു പാർട്ടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെയും പിണറായി വിജയൻ പലവട്ടം കണ്ട കാര്യം അമീർ പോലും പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ അവരുടെ വീട്ടിലല്ലേ ഈ നമുക്ക് ചർച്ചയിലേക്ക് വരാം. കാട് കയറിപ്പോൾ എന്തായാലും റെജി ലൂക്കോസിന്റെ നിലപാട് ഇതാണ്. അതായത് രജിസ്ട്രാർ എടുത്ത നടപടി അത് നിയമവിരുദ്ധമല്ല എന്ന് തന്നെയാണ് അല്ലേ? അതുകൊണ്ട് രജിസ്ട്രാറിന്റെ ആ നടപടിയെ പൂർണ്ണമായും അംഗീകരിക്കുന്നു. കോടതിക്ക് തെറ്റുപറ്റിയെന്നാണോ റെജി ലൂക്കോസ് ഉദ്ദേശിക്കുന്നത്? എനിക്കറിയില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല, കോടതിക്ക് ബഹുമാനപ്പെട്ട കോടതി ഒന്നും പരിശോധിക്കണ്ടേ? കോടതി രജിസ്ട്രാറുടെ വാദം കേൾക്കും, അദ്ദേഹം അവിടെ വിട്ടു കൊടുക്കും, അദ്ദേഹത്തിനോട് ചോദ്യത്തിന് മറുപടി പറയും. ബഹുമാനപ്പെട്ട കോടതി ഉചിതമായി തീരുമാനമെടുക്കും. അതിനുള്ള ജനാധിപത്യ ബോധം നമ്മുടെ കോടതിയിൽ കൂടെ. ഞാൻ കോടതിയെ ഏറെ ബഹുമാനിക്കുന്നതാണ്. കോടതി തീരുമാനമെടുക്കും. കോടതിയുടെ വാക്കുകളെ ഒന്നുകൂടെ വക്രീകരിക്കേണ്ട. കോടതി വിമർശിക്കാൻ ഞാൻ ആളുമല്ല. നിയമവ്യവസ്ഥയെ വിമർശിക്കാന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തെ വിശ്വസിക്കാന്നില്ല എന്നുള്ളതാണ്. നമുക്കതിന് പറ്റത്തില്ല. രജിസ്ട്രാർ എടുത്ത തീരുമാനം ഞങ്ങൾ കുറച്ച് പറയുന്നു, അത് കറക്റ്റ് തീരുമാനം. ആൺകുട്ടിയെ പോലെ രജിസ്ട്രാർ മതവെറിയന്മാരുടെ മതഭ്രാന്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പാടില്ല എന്ന് പറഞ്ഞ ആ രജിസ്ട്രാർക്ക് കേരളം ഒരു സല്യൂട്ട് തന്നെ കൊടുത്തിരിക്കുക. നിയമവഴിയുള്ളത് പിന്നീട് പറയട്ടെ, അത് കോടതി നിയമിക്കുമ്പോൾ അപ്പർ കോടതി കൊടുത്തില്ല. തിരുവനന്തപുരത്ത് ഏതാനും SFIക്കാര് സല്യൂട്ട് കൊടുത്തു, ഭരണഘടനയും കൊടുത്തു കൂട്ടത്തിൽ, അല്ലാതെ കേരളം ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല.